2 പ്രസംഗം ഞാൻ നിങ്ങളെ കേൾപ്പിക്കുകയാണ്. ഒന്നുകൂടി പറയട്ടെ, ഞങ്ങൾ വിശന്നാൽ ഭക്ഷണം കഴിക്കുന്നു. ഞങ്ങളെ വിശ്വാസം പഠിച്ചോ, ഭക്ഷണത്തിന് വിശപ്പ് മാറ്റാൻ കഴിയില്ല. വിശപ്പ് മാറ്റുന്നവൻ അല്ലാഹുവാണ്, ഭക്ഷണം കാരണമാണ്. പഠിച്ചു വെച്ചോ മൗലവിമാരെ തൗഹീദ്. ഞങ്ങളെ രോഗമായാൽ ഡോക്ടറെ സമീപിക്കുന്നു. ഞങ്ങളെ വിശ്വാസം ഒരു ഡോക്ടർക്കും ഒരു ഡോക്ടറുടെ മരുന്നിനും ഒരു രോഗവും മാറ്റാൻ കഴിവില്ല. രോഗം മാറ്റുന്നവൻ അല്ലാഹുവാ, ഡോക്ടറും മരുന്നും കാരണമാണ്. ഇത് ഞങ്ങളെ അചഞ്ചലമായ തൗഹീദിന്റെ വിശ്വാസമാ. ശൈഖ് ജീലാനിയോട് ഞങ്ങൾ രോഗം മാറ്റണമെന്ന് പറയുമ്പോ ശൈഖ് ജീലാനി രോഗം മാറ്റുമെന്ന് ഞങ്ങൾക്ക് വിശ്വാസമില്ല. അള്ള തേടാൻ പറഞ്ഞത് കൊണ്ട് തേടിയതാ. ശൈഖ് ജീലാനി കാരണമാണ്, രോഗം മാറ്റിയത് അല്ലാഹുവാണ്. അധികാരം നൽകപ്പെട്ട നേതാവാണ് സയ്യിദുൽ മദനി തങ്ങളവറുകൾ. അതുകൊണ്ട് തന്നെ അവരോട് തേടുമ്പോൾ വെറും ഇടപെടൽ മാത്രമല്ല, നേർക്ക് നേരെ അവര് ശിഫയാക്കി തരും, അവരെനിക്ക് തരും, എന്റെ ആവശ്യം അവര് നിറവേറ്റിത്തരും എന്ന് വിശ്വസിക്കുന്നവനാണ് സുന്നി. അതുകൊണ്ട് തന്നെ ഇവിടെ വന്ന് ഉറൂസിൽ പ്രസംഗിച്ചത്, മദനിത്തങ്ങളുടെ മുമ്പിൽ പറഞ്ഞത് അദബ് കേടാണ്. ഇടപെടൽ മാത്രമല്ല, അവര് ഖുതുബുസ്സമാനാണ്, അധികാരമുള്ളവരാണ്. നേരിട്ട് തേടിയവർക്ക് നേരിട്ട് സഹായം നൽകാൻ അല്ലാഹ് അധികാരം കൊടുത്ത സയ്യിദ് അവറുകളുടെ മഖാമിന്റെ മുന്നിൽ വന്ന് വെറും ഇടപെടലാക്കി ഈ മഖാമിലുള്ള മഹാന് കഴിവില്ലെന്ന് പറയുമ്പോൾ ആ വാദിച്ചവൻ ഒരിക്കലും സുന്നിയല്ല, അവൻ പച്ചയായ വഹാബിയാണ്. അത് പറയാനാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅ മശായിഖന്മാര് നൽകിയ മദദിൽ ഞങ്ങൾ ഇവിടെ വന്നത് കേട്ടോ കൂട്ടുകാരെ. അതാണ് നമ്മളല്ലേ പറഞ്ഞവരോട് ഞങ്ങൾക്ക് സന്മാർഗം കാണിച്ചു തരണം. ശൈഖ് അവറുകളെ, നിങ്ങൾക്കതിന് കഴിയും. അതാ ഫല്ലാഹു അഅ്താകഹു, അല്ലാഹു നിങ്ങൾക്കതിന് പവർ തന്നിട്ടുണ്ട്. ഫഅൻത മാലികുഹു, നിങ്ങളാണ് അതിന്റെ ഉടമക്കാരൻ. ഖുതുബുസ്സമാൻ തങ്ങള് മദനി തങ്ങളെ മുന്നിൽ വന്നിട്ട് അൻത മാലികുഹു, നിങ്ങൾക്കതിന് അധികാരമുണ്ട് സയ്യിദ് അവറുകളെ. ഞങ്ങളെ രോഗം മാറ്റാൻ, ഞങ്ങളെ നേർവഴിയിലാക്കാൻ, ഞങ്ങളെ കടം വീട്ടാൻ, മക്കളെ തരാൻ, സ്വർഗം തരാൻ അധികാരമുണ്ട് സയ്യിദ് അവറുകളെ. ഇത് പറയുന്ന സുന്നി, അതിലേക്കാണ് നമ്മൾ ആളുകളെ ക്ഷണിക്കുന്നത്. വേറൊരു വിഷയം പടല്ല. പഴയ കാലത്ത് പറഞ്ഞ സുന്നിയിൽ നിന്ന് അണുവളവ് വ്യതിചലിക്കാൻ ഈ സംഘം അനുവദിക്കുകയില്ല. മഹാന്മാരുടെ മദതാണ് അതിന് ഞങ്ങളുടെ ആധാരം. ഞാൻ കുറെ കാലം അത് പ്രസംഗിച്ച് നടന്നിട്ടുണ്ട്. അല്ലാഹു എനിക്ക് പുറത്തു തരട്ടെ. എങ്ങനെ ഇവന്റെ കൂടെ നിൽക്കുക? കേട്ടോളൂ. കളിയൊന്നും വേണ്ട. ജാഹിലിയ കാലത്ത് നിന്ന് ഞങ്ങളെ മശായിഖന്മാരെ കൈപിടിച്ച് പൂർണ്ണമായ ളലാലത്തിൽ നിന്ന് രക്ഷപ്പെട്ട് വന്നതാണ്. അക്കാലത്ത് പറഞ്ഞതുമായി ഒരു കാലത്തും ഞങ്ങളിലേക്ക് വരിക തന്നെ വേണ്ട. അന്ന് നമ്മൾ ഇസ്തിഗാസ പറഞ്ഞത് എങ്ങനെ? ഊഹാപോഹങ്ങളുടെ അടിസ്ഥാനത്തിലാണെങ്കിൽ ഇന്ന് ഇസ്തിഗാസ പറയുന്നത് എങ്ങനെ അറിയോ? മുസ്തഗാസായ, അതായത് സഹായം തേടപ്പെടുന്ന അഭയകേന്ദ്രമായി വരുന്ന ഉന്നതമായ ഹദറത്തുകളിൽ നിന്നുള്ള നിർദ്ദേശത്തിലാണ് ഇന്ന് ഇസ്തിഗാസ പറയുന്നത്. ഈ കാലത്ത് നേർക്ക് നേരെയുള്ള ഇസ്തിഗാസ പറയുമ്പോൾ അന്ന് ഇതാ പറയുന്നു എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അത് ഞങ്ങൾ തന്നെ വലിച്ചെറിഞ്ഞു പോയി. 2 കൊടുക്കാൻ വേണ്ടി ഇതൊരു ചില്ലറ വിഷയ. ഞാനിപ്പോ 25 കൊല്ലം പ്രസംഗിക്കും. പിന്നെ ഞാൻ പറയാ, ഞാനാ പറഞ്ഞൊക്കെ തെറ്റ്, അള്ള പുറത്തരട്ടെ. ഞാൻ ചോദിച്ചോട്ടെ, നിങ്ങളുടെ 25 കൊല്ലത്തെ പ്രഭാഷണം കേട്ട് എത്ര ആള് മുജാഹിദായി? നിങ്ങൾ തിരുത്തുന്നതിന് മുമ്പ് ഖബറിലായി പലരും മരിച്ചുപോയി. അവരെ ഈമാൻ നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങൾ തിരുത്തിയത് പോലെ അറിഞ്ഞോ? എന്താ ചെയ്യാ? കൈകെട്ടി മറുപടി പറയേണ്ടവരില്ലേ റബ്ബിന്റെ മുന്നിൽ? ഇനിയിപ്പോ തിരുത്തിയറിഞ്ഞല്ലോ, നാളെ വേറെ വീണ്ടും തിരുത്തൂലേ?